എല്ലാവർക്കും മെയിൽനെസ് ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇവിടെ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തമിഴിൽ കണ്ട പോലെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. BSc നഴ്സിംഗ്. അപ്പോൾ ഇതിനെപ്പറ്റി അറിയുന്ന കുറേ ആളുകൾ കാണും, ഒട്ടും അറിയാത്തവരും കാണും. BSc നഴ്സിംഗ് എന്ന് പറയുമ്പോൾ ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ്. നമ്മൾ ആഫ്റ്റർ +2 ബയോളജി സയൻസ് എടുത്ത് പഠിച്ചവർക്കും അതുപോലെ തന്നെ BHSൽ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചവർക്കും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ 50% മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോഴൊക്കെ പറയുന്നുണ്ട് എൻട്രൻസ് വഴിയാണ് BSc നഴ്സിങ്ങിന് അപ്ലൈ ചെയ്യുന്നതെന്ന് കുറേ പേർക്കൊരു ധാരണയുണ്ട്. പക്ഷേ ഇപ്പോഴും നിലവിൽ നമ്മുടെ കേരളത്തിൽ അത് അവർ കൊണ്ടുവന്നിട്ടില്ല. നമുക്ക് +2 മാർക്കിൽ തന്നെ LBS സെൻറ്റർ വഴി നമുക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ്. കേരളത്തിൽ ഏകദേശം ഒരു 110ഓളം കോളേജസിന് മുകളിൽ നഴ്സിംഗ് കോളേജസ് ഉണ്ട്. പിന്നെ ബാംഗ്ലൂർ ഇങ്ങനെ കുറേ സ്ഥലങ്ങളായിട്ടുണ്ട്. പക്ഷെ നമുക്ക് കേരളത്തിൻ്റെ, അതായത് കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ഇത്രയും കോളേജസാണ് വരുന്നത്. അതിൽ 7 ഗവൺമെൻറ് കോളേജും ബാക്കി വരുന്നത് പ്രൈവറ്റ് കോളേജും ആണ്. അപ്പോൾ ഇതിൽ മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഇത്ര സീറ്റ് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇവരത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. മെയിനായിട്ട് 4 വർഷം വരുന്നൊരു ഫുൾ കംപ്ലീറ്റ് കോഴ്സാണ്. 3 വർഷം കോഴ്സും ഒരുപോലെ ഇൻറ്റേൺഷിപ്പും അങ്ങനെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അത് തെറ്റാണ്. 4 വർഷം അടങ്ങിയൊരു കംപ്ലീറ്റ് കോഴ്സാണ്. അതിൽ പകുതി പ്രാക്ടിക്കലും പകുതി തിയറി, ഇങ്ങനെ ഓരോ ഇയറും അടങ്ങിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള റിക്വയർമെൻറ്റുകളും തിയറികളും ഓരോ വർഷം ഓരോന്നോരോന്നായിട്ട് അങ്ങനെ പോകും. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് 4 ഇയേഴ്സാണ് നമുക്കുള്ളത്. കോഴ്സിൽ നമുക്ക് ആദ്യത്തെ വർഷം പഠിക്കാനുള്ളത് അനാറ്റമി, ഫിസിയോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, ന്യൂട്രീഷൻ, സൈക്കോളജി, നഴ്സിംഗ് ഫൗണ്ടേഷൻ, പിന്നെ ഇംഗ്ലീഷ് ആൻഡ് കമ്പ്യൂട്ടർ. പിന്നെ ഇത് കൂടാണ്ട് പ്രാക്ടിക്കൽസ് വേറെ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ. രണ്ടാമത്തെ ഇയറിലെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, ഫാർമക്കോളജി, സോഷ്യോളജി, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്. ഇത്രയും കണ്ടന്റുകളാണ് നമുക്ക് തിയറി മാത്രമായിട്ട് സെക്കൻഡ് ഇയറിൽ വരുന്നത്, ഇൻക്ലൂഡിങ് പ്രാക്ടിക്കൽ. തേർഡ് ഇയർ ആകുമ്പോൾ അതിൽ വരുന്നത് മെയിനായിട്ട് അഡ്വാൻസ്ഡ് മെഡിക്കൽ നഴ്സിംഗ്, പിന്നെ വരുന്നത് സൈക്യാട്രിക് നഴ്സിംഗ്, നഴ്സിംഗ് റിസർച്ച്, പീഡിയാട്രിക് നഴ്സിംഗ്. ഇത്രയാണ് നമ്മൾ തേർഡ് ഇയറിലെ സബ്ജക്ട്സ് ആയിട്ട് വരുന്നത്, ഇൻക്ലൂഡിങ് പ്രാക്ടിക്കൽ സെക്ഷൻ വേറെ. ഫോർത്ത് ഇയറിലാകുമ്പോൾ നമുക്ക് ഒബ്സ്ട്രെറ്റിക് ആൻഡ് ഗൈനക്കോളജി, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്, എഡ്യൂക്കേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇത്രയും സബ്ജക്ട്സാണ് നമുക്ക് 4 വർഷം പഠിക്കാനുള്ളത്, എക്സ്ട്രാ ഇൻക്ലൂഡിങ് പ്രാക്ടിക്കൽ സെപ്പറേറ്റ്. പിന്നെ അതിൻ്റെ ഇൻട്രോ ആയിട്ട് നമുക്ക് കുറേ അസൈൻമെൻറ്റ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്, വൈവ വരുന്നുണ്ട്, അങ്ങനെ പിന്നെ ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങൾ. അങ്ങനെ ഇത്രയും കൂടിയൊരു പഠന രീതിയാണ് നമുക്ക് 4 വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സിൽ വരുന്നത്. നമ്മുടെ ചാൻസസ് ആണ്, സ്കോപ്പാണ് ഇതിൻ്റെ. അപ്പോൾ എന്നോട് ചോദിക്കേണ്ടായി കുറച്ച് പേര്, എന്താണ് ഇതിൽ മെയിൽ നേഴ്സ് അല്ലെങ്കിൽ ആൺപിള്ളേർ കയറി കഴിഞ്ഞുള്ള സാധ്യത. ഈ BSc നഴ്സിങ്ങിന് പലപ്പോഴും പലരും ഒരു തെറ്റായ ധാരണയാണ് ഇത് ഫീമെയിൽസിന് മാത്രമായിട്ടുള്ളൊരു കോഴ്സാണ്. തികച്ചും അതൊരു റോങ് ആയിട്ടുള്ളൊരു തിങ്കിങ് ആണ്. കാരണം മെയിൽസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ് ഇന്ന് നമ്മുടെ നഴ്സിംഗിൽ അവൈലബിൾ ആയിട്ടുള്ളത്. കാരണം ഒരു ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ, അതായത് നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ മാത്രമായിട്ട് നമ്മൾ കൺസേൺ ചെയ്യുകയാണെങ്കിൽ അവിടെ മെയിൽ നഴ്സിന് അത്യാവശ്യമാണ്. ഒരു കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു OT ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഓരോ ഏരിയകളിലും മെയിൽസിനോട് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഒരു ചോദ്യമാണ്, നമ്മൾ ഈ പഠിക്കുന്നതിൻ്റെ കൂടുതൽ നമ്മൾ ജോലിക്ക് കയറുള്ളൂ, വർക്ക് ചെയ്യാനായിട്ട് ഡ്യൂട്ടിക്ക് നമ്മൾ ഇടുമ്പോൾ നമുക്ക് സാലറി വല്ലതും കിട്ടുമോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാര്യങ്ങൾ? അങ്ങനെയല്ല, നമുക്ക് ഓരോ വർഷം തിയറി പഠിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് നമ്മൾ ഡ്യൂട്ടിക്ക് ഇടും. കാരണം നമ്മൾ ഏത് റിക്വയർമെൻ്റ് ആണ് ചെയ്യുന്നത്, അതായത് ഏത് സബ്ജക്റ്റാണ് പഠിക്കുന്നത്, അതിന് ഇൻക്ലൂഡായിട്ട് നമ്മൾ പ്രാക്ടിക്കൽ ഒരുമിച്ച് കൊണ്ടുപോകണം. ഫസ്റ്റ് ഇയറിൽ കുറവാണ്, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ ആണ് മെയിനായിട്ട് നമുക്ക് പ്രാക്ടിക്കൽ സെക്ഷൻ വരുന്നത്. അപ്പം നമ്മുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടുതലാകാൻ വേണ്ടിയിട്ടും നമ്മൾ ക്ലിനിക്സിൽ ഏറ്റവും കൂടുതൽ എക്സ്പോഷർ കിട്ടണം, നമുക്ക് സാധ്യതകൾ എന്താണ് അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മളെ പ്രാക്ടിക്കലിന് വിടും. നമുക്ക് സാലറിയും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ പഠിക്കാനായിട്ടാണ് നമ്മൾ പ്രാക്ടിക്കലിന് കയറുന്നത്. തോന്നും, ഇതിപ്പോൾ ഭയങ്കര കൂടുതലാണല്ലോ, അപ്പോൾ MBBS എടുത്താൽ പോരെയെന്ന്. ലൈക്ക് നമ്മൾ ഫസ്റ്റ് ഇയർ BSc നഴ്സിംഗിന് കയറി കഴിഞ്ഞാൽ ഏകദേശം സെയിമാണ് MBBSകാരുടെ കണക്കെന്ന്. നമുക്ക് അവർ പഠിക്കുന്ന ഏകദേശം ടെക്സ്റ്റ് തന്നെ നമുക്കും കവർ ചെയ്ത് പോകാനുണ്ട്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ആദ്യം നമുക്ക് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് പഠിക്കാനായിട്ട്. പക്ഷേ പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ഒരുപാട് ഐഡിയകളും ഒരുപാട് നോളജുകളും നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ അങ്ങോട്ട് ആ ഒരു ട്രാക്കിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ അങ്ങ് സ്മൂത്തായിട്ട് പൊക്കോളും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രാക്ടിക്കൽ സെക്ഷനിൽ കയറുന്ന നമ്മൾ ഓരോ വെറൈറ്റി ആയിട്ടുള്ള ഓരോ ഹോസ്പിറ്റലിൽ ഓരോ റിക്വയർമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോകും. അതായത് ഓരോ വർഷം ഓരോ രീതിയിലാണ് നമ്മൾ ഓരോ ഹോസ്പിറ്റലിൽ ചെയ്യുക. വാർഡുകളുണ്ട്, OT ഉണ്ടാവും, കാഷ്വാലിറ്റി കാണും. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മൾ 4 കൊല്ലം കൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കയറി എല്ലാ തരത്തിലുള്ള പ്രാക്ടിക്കൽ നോളജും നമ്മൾ നേടിയെടുക്കും, ഒപ്പം തിയറിയും. അങ്ങനെ 50-50% നമ്മൾ ഈ സംഭവങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്നത്. നല്ലൊരു ഹൈ പ്രൊഫൈൽ ജോലി അല്ലെങ്കിൽ നല്ല എബ്രോഡ് പോകണം,
എനിക്ക് നല്ല രീതിയിൽ മെച്ചപ്പെടണം എന്നാണെങ്കിൽ നിങ്ങൾ ബി എസ് സി നഴ്സിംഗ് കോഴ്സ് ഉറപ്പായിട്ടും തിരഞ്ഞെടുക്കണം. കാരണം ഇന്നത്തെ ഒരു ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല ചാൻസാണ് പുറത്ത്. ഇപ്പോൾ IELTS അതുപോലെ OET പോലുള്ള കുറേ എക്സാംസ് ഒക്കെ ഉണ്ട്. നമ്മൾ അപ്പിയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് യൂറോപ്യൻ കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനും അവിടെ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. നമ്മുടെ കേരളത്തിൽ ഒരുപാട് നഴ്സസ് ഉണ്ട്. അതുപോലെ തന്നെ എബ്രോഡ് ആണെങ്കിൽ തന്നെ കേരളത്തിൽ പഠിച്ചവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് അവൈലബിൾ ആയിട്ട് ഉള്ളത്. അതുപോലെ തന്നെ UK പോകുമ്പോൾ തന്നെ ഇന്ന് എക്സ്പീരിയൻസ് പോലും വേണ്ട. നമുക്ക് ഫ്രഷർ നഴ്സസ് തന്നെ OET അല്ലെങ്കിൽ IELTS നമുക്ക് പാസ്സാവുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് കയറി പോകാം. അങ്ങനെ ഒരുപാട് അവൈലബിലിറ്റി. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതാണ്, സെപ്പറേറ്റ് ഞാൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ കുറേ അവസരങ്ങളുണ്ട്. അതേപോലെ ഒരുപാട് ഫീൽഡിൽ നമുക്ക് മാറിയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ BSc നഴ്സിംഗ് സെലക്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആൺപിള്ളേരോടും പെൺപിള്ളേരോടും എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങൾ നല്ലൊരു ജോലി, നല്ലൊരു പ്രൊഫൈലിൽ ജീവിക്കണം. അല്ലെങ്കിൽ സാമൂഹിക സേവനം, മനുഷ്യന്മാരൊക്കെ നല്ലത് ചെയ്യണം, അവർക്കൊരു പുണ്യപ്രവൃത്തി, ഇങ്ങനെ ഒരു രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ BSc നഴ്സിംഗ് കോഴ്സ് എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കണ്ടന്റുകളൊന്നും ആടിയിട്ടില്ല. ജസ്റ്റ് ഒരു അവയർനെസ്സും എന്താണ് BSc നഴ്സിംഗ് എന്നും അതിൻ്റെ ചാൻസസുകളും എന്താണ് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ ഞാനിതിൽ അവതരിപ്പിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക. അഭിപ്രായങ്ങളും നിങ്ങളുടെ ഒപ്പീനിയൻസും എനിക്ക് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ വീഡിയോ ആണ്, ഒരുപാട് മിസ്റ്റേക്കുകളും ചാൻസും വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കണ്ടൻറ്റ് വീഡിയോയുമായി ഞാൻ വേറൊരു വീഡിയോയിൽ വരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഇന്ന വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക. ഇനി ഓരോ ഇതിൻ്റെ ഫീൽഡിനെ പറ്റിയും സെപ്പറേറ്റ് എക്സാമുകളും അതിൻ്റെ ഓരോ സ്കോപ്പ് സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത കണ്ടന്റിൽ ചെയ്യാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.